മന്ത്രിയുടെ സന്ദർശനം നടന്നില്ലെങ്കിൽ തന്നെയും സൗദിയിൽ ദുരിതപർവം താണ്ടുന്ന മലയാളികൾക്ക് കേരള ഗവൺമെൻറ്റിനോട് ചിലതൊക്കെ പറയാനുണ്ട്. ലുലു വീക്കെൻഡ് അറേബ്യയുടെ മറ്റൊരു എപ്പിസോഡ് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഡിപ്ലോമാറ്റ് പാസ്പോർട്ട് വിവാദത്തെ തുടർന്ന് മന്ത്രി KT ജലീലിൻ്റെ സൗദി സന്ദർശനം മാറ്റിവെച്ചത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ്. കേരള ഗവൺമെൻറ് അഭിമുഖീകരിക്കേണ്ട നിരവധി യാഥാർത്ഥ്യങ്ങൾ സൗദിയിൽ തുടരുന്നുണ്ട്. ഈ പ്രതിസന്ധി നിലവിലുള്ള തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല, വരാനിരിക്കുന്ന സ്വദേശിവൽക്കരണവും ഏറ്റവും വലിയ ആഘാതം സൃഷ്ടിക്കാൻ പോകുന്നതും മലയാളികൾക്ക് തന്നെയാണ്. ഈ പ്രശ്നത്തെ കേരള ഗവൺമെൻറ് മറ്റ് ഏതെങ്കിലും നിലക്ക് അഡ്രസ്സ് ചെയ്യണം എന്ന് തന്നെയാണ് മലയാളികൾ ആഗ്രഹിക്കുന്നതും. മാസങ്ങൾ നീണ്ട ദുരിത ജീവിതത്തിന് അറുതി. സൗദി ഓജർ കമ്പനി തൊഴിലാളികളുടെ ആദ്യ സംഘം ഇന്ത്യയിലെത്തി. സൗദി രാജാവിന്റെ ഇടപെടലാണ് തൊഴിലാളികൾക്ക് തുണയായത്. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച കേന്ദ്ര സർക്കാരും നയതന്ത്ര കേന്ദ്രവും സന്നദ്ധ സംഘടനകളും തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു. കുടുങ്ങിക്കിടന്നവരിൽ ഒരു വിഭാഗത്തിന് സൗദിയിലെ മറ്റ് കമ്പനികളിൽ തൊഴിൽ ലഭിച്ചതും നേട്ടമായി. എന്നാൽ പൂർണ്ണമായും ആശ്വാസത്തിന് വക നൽകുന്നതല്ല കാര്യങ്ങൾ. It will be around 1500 to 2000 as per record which we are having right now, no? But it's going to increase further because as I shared in the meeting that there are certain camps where we have not gone, where we have not approached. So that's like I mentioned about one camp beyond Ajijia, that is near Thubal, having 1500 Indians. So number is going to go more. മലയാളികളായ തൊഴിലാളികൾ അനുഭവിക്കുന്ന ധർമ്മസങ്കടം അതല്ല. ഇവരിൽ ആരും ഇതുവരെ ജോലി മാറാൻ തയ്യാറായിട്ടില്ല. സൗദി ഓജറിൽ മികച്ച ശമ്പള ആനുകൂല്യങ്ങളുമായി ജോലി ചെയ്ത മലയാളികളെ ഒട്ടും ആകർഷിക്കുന്നതല്ല പുതിയ കമ്പനികൾ വെച്ച് നീട്ടുന്ന വേതന വ്യവസ്ഥകൾ. അവരുടെ ശമ്പളം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങളുടെ കമ്പനിയിൽ നിന്നും മറ്റുള്ള ജോലികൾക്ക് കിട്ടുന്ന ശമ്പളം അല്ല ഇവർ വാഗ്ദാനം ചെയ്യുന്നത്. അത് കാരണം മലയാളികളായ ഒത്തിരി പേര് അത് ഈ റിക്രൂട്ടിംഗ് അവരുടെ ഈ ഓഫർ തിരസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നാട്ടിലേക്ക് മടങ്ങുന്നവർ തങ്ങളുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ കോൺസുലേറ്റിനെ അധികാരപ്പെടുത്തുകയാണ്. നാട്ടിലെത്തിയവർക്ക് ചുരുങ്ങിയത് 6 മാസമെങ്കിലും കാത്തിരിക്കേണ്ടി വരും കുടിശ്ശിക തുക കയ്യിൽ കിട്ടാൻ. അതും കോൺസുലേറ്റ് ഉണർന്നു പ്രവർത്തിച്ചാൽ മാത്രം. സൗദി ഓജറിലെ 414 പേരാണ് മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയത്. എന്നാൽ കമ്പനിയിലെ മലയാളി തൊഴിലാളികളുടെ എണ്ണം 500-ൽ ഏറെ വരും. സൗദിയുടെ വിവിധ ഭാഗങ്ങളിലെ ക്യാമ്പുകളിൽ കഴിയുന്ന മലയാളി തൊഴിലാളികളും പട്ടികയിൽ ഉൾപ്പെടും. നോർക്ക വഴി എന്തെങ്കിലും ഒരു സഹായം ഞങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ലിസ്റ്റ് അയക്കുന്നത്. അതിൽ ഈ 250 പേരിൽ 50ഓളം ആളുകൾ മാത്രമേ ഇപ്പോൾ നാട്ടിലേക്ക് പോകാൻ തയ്യാറായിട്ടുള്ളൂ. ബാക്കി 200ഓളം ആളുകൾ ഇവിടെ തന്നെ തുടരാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വരുന്ന 50 ആളുകൾക്കോ അല്ലെങ്കിൽ വരുന്ന 5 ആൾക്കോ അല്ലെങ്കിൽ ഒരാൾ തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സഹായം അവർക്ക് നൽകണമെന്ന് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുകയാണ്. ക്യാമ്പുകളിൽ ഭക്ഷണവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും സൗദി സർക്കാർ എത്തിക്കുന്നുണ്ട്. എന്നാൽ പ്രതിസന്ധി ഇവരെ വിട്ടൊഴിയുന്നില്ല. തങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ സാമ്പത്തിക സഹായം നൽകേണ്ട ബാധ്യതയെങ്കിലും സർക്കാർ നിർവഹിക്കണം എന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. വീടുകളിലേക്ക് പണമയക്കുന്നത് നിലച്ചിട്ട് മാസങ്ങളായി. അതോടെ കുട്ടികളുടെ വിദ്യാഭ്യാസവും മുടങ്ങി. രോഗികളായ മാതാപിതാക്കൾക്ക് മരുന്നിന് പോലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട സ്ഥിതിയും. ഇവിടെ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. ഇപ്പോൾ പല ആൾക്കാർക്കും ലോൺ എടുത്തിട്ടുണ്ട്. പല ആൾക്കാരും വീട്ടിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ള ആൾക്കാരുണ്ട്. രോഗികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള കുറേ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് നാട്ടിലേക്ക് ഓരോരുത്തരും കയറി വരുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മുടെ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഇടപെട്ടിട്ട് എന്തെങ്കിലും അടിയന്തരമായിട്ടുള്ള എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത്. സൗദിയിലെ ഓജർ കമ്പനിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല പ്രതിസന്ധി. ജിദ്ദയിലെ തന്നെ മറ്റൊരു കമ്പനിയിൽ 14 മാസം വരെ ശമ്പളം ലഭിക്കാതെ പ്രയാസപ്പെടുന്ന മലയാളികൾ നിരവധി. കുടുംബ ബന്ധം പോലും ശിഥിലമായതിന്റെ സ്വകാര്യ സങ്കടങ്ങൾ ആരറിയാൻ. നേപ്പാളി ഗവൺമെൻറ് ആണെങ്കിൽ ഇവിടെ എല്ലാവർക്കും 100 റിയാൽ വെച്ച് ഇവിടെ കൊണ്ട് കൈ കൊടുത്തു. ശ്രീലങ്ക ഗവൺമെൻറ് 300 റിയാൽ വെച്ച് 300 റിയാൽ കൊടുത്തു. ഫിലിപ്പീൻസ് ഗവൺമെൻറ് മോർ ദാൻ 1500 റിയാൽ ഇവിടെയും 500 റിയാൽ അവരുടെ കുടുംബത്തിനും അയച്ചു കൊടുത്തു. ഇനിയും അവരെങ്ങാണ്ട് 1500 റിയാൽ ഇവിടെ കൊടുക്കാമെന്ന് ഓഫർ വന്നിട്ടുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ ഇതുവരെ ഞങ്ങളുടെ ഇന്ത്യ ഗവൺമെൻറ്റോ കേരള ഗവൺമെൻറ്റോ യാതൊരു രീതിയിലും സഹായിച്ചില്ല. ഞങ്ങളുടെ വിശർപ്പിന്റെ ഫലമാണ് കേരളം ഇന്നൊരു സ്വർഗമായി മാറിയിരിക്കുന്നത്. ഡിപ്ലോമാറ്റ് പാസ്പോർട്ട് ലഭിച്ചില്ലെന്ന് പറഞ്ഞ് മന്ത്രി ജലീലിന്റെ സൗദി സന്ദർശനം മാറ്റിവെച്ചതുകൊണ്ട് മാത്രമായില്ല. മന്ത്രി മാത്രമല്ല, വേണമെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ഒരു സംഘം തന്നെ വരട്ടെ, പ്രവാസികളുമായി സംവദിക്കാനും ഇനിയുള്ള നാളുകളിൽ ഏത് രീതിയിലാണ് ഇവിടെ നിന്ന് ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ആളുകളുടെ തിരിച്ചുപോക്കുണ്ടാവുക എന്ന കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കാനും അതനുസരിച്ച് ഒരു വിദഗ്ധ സമിതിക്ക് രൂപം നൽകിക്കൊണ്ട്
കേരള സർക്കാർ കേന്ദ്ര സർക്കാരുമായി സഹകരിച്ചുകൊണ്ട് ഒരു പദ്ധതി കേരളത്തിന്റെ കാര്യത്തിൽ ആവിഷ്കരിക്കാൻ തയ്യാറാവേണ്ടതുണ്ട്. മന്ത്രിയുടെ പോക്കുവരവല്ല പ്രശ്നം. പ്രവാസി പുനരധിവാസ കാര്യത്തിൽ എന്ത് നടപടി ഉണ്ടാകുന്നു എന്നതാണ് പ്രധാനം. എണ്ണവില തകർച്ചയും സ്വദേശീവൽക്കരണ നടപടികളും കാരണം ആയിരക്കണക്കിന് മലയാളികളാണ് ഗൾഫ് നാടുകളിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങുന്നത്. സൗദി അറേബ്യയിൽ മൊബൈൽ ഫോൺ വിൽപ്പന രംഗത്തിന് പിന്നാലെ ഓട്ടോമൊബൈൽ, ടാക്സി, ടൂറിസം, ആരോഗ്യം, ഫാർമസി അങ്ങനെ സ്വദേശീവൽക്കരണം നീളുകയാണ്. അതോടെ മടക്കയാത്രയ്ക്ക് ഗതിവേഗവും കൂടും. കുറച്ച് ആളുകൾ തിരിച്ചു പോകുന്നതിലൂടെ പരിഹാരം കാണുന്നതല്ല ഈ വിഷയം. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും സൗദി അറേബ്യയിൽ നിന്നും അതുപോലെ ഇതര ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇതുപോലുള്ള തിരിച്ചുപോക്ക് ഉണ്ടാകുമ്പോൾ അവർ വന്നതുകൊണ്ട് മാത്രം, അവരെ തിരിച്ച് നാട്ടിലേക്ക് അയച്ചത് കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ആ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം നാട്ടിലേക്ക് പുനരധിവസിപ്പിക്കേണ്ടതിന്റെ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത് ഒരു വലിയ ഇന്നത്തെ ഈ സമയം വളരെ ആവശ്യമെന്നവണ്ണം സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ചുമതലയാണ്. ദീർഘവീക്ഷണമുള്ള ഇടപെടലുകൾ വേണം. അതിന് സർക്കാരിനൊപ്പം കൈകോർക്കാൻ പ്രവാസ ലോകവും ഒരുക്കം. ഒരിക്കൽ കൂടി പറയട്ടെ, ആർജവത്വമുള്ള രാഷ്ട്രീയ നിലപാടാണ് വേണ്ടത്. അതിന് പിണറായി സർക്കാർ തയ്യാറാകുമോ? പ്രവാസ ലോകം കാത്തിരിക്കുന്നു. ലുലു വീക്കെൻഡ് അറേബ്യയിൽ ചെറിയൊരു ഇടവേള.